നമസ്കാരം. ഇടുക്കി ജില്ലയിൽ പീരുമേട് സബ് ജില്ലയിൽ ഉൾപ്പെടുന്ന GHS ചെമ്മണ്ണ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾ കണ്ടെത്തിയ പ്രശ്നം പ്രകൃതി ദുരന്തങ്ങളാണ്. ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം. കരപ്രദേശങ്ങളിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെ ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം എന്ന് പറയുന്നു. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ട്. സുനാമി, മഞ്ഞുരുകൽ, പേമാരി തുടങ്ങിയവയിലൂടെ വെള്ളപ്പൊക്കം സംഭവിക്കാറുണ്ട്. ഈ വെള്ളപ്പൊക്കം വരാൻ വേണ്ടി നമുക്ക് സ്വയം രക്ഷയ്ക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഡാമുകളുള്ള സ്ഥലത്താണെങ്കിൽ നദികൾ കവിഞ്ഞൊഴുകുന്ന തടയാൻ വേണ്ടി ഡാമുകൾ നമ്മെ സഹായിക്കും. ഇനി പ്രളയജലം തിരിച്ചുവിടുന്നതിനായി കനാലുകൾ നമ്മളെ സഹായിക്കും. നിലനിർത്തൽ കുളങ്ങളാണെങ്കിൽ വെള്ളപ്പൊക്ക സമയത്ത് അധികം വരുന്ന ജലത്തെ സംഭരിക്കാനായി സഹായിക്കും. കടൽഭിത്തികളാണെങ്കിൽ തീരപ്രദേശത്ത് വെള്ളപ്പൊക്കത്തെ നേരിടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. വരൾച്ച മാസങ്ങളോളമോ വർഷങ്ങളോളമോ ഉപരിതല ജലത്തിനോ ഭൂഗർഭജലത്തിനോ ഒരു പ്രദേശത്തുണ്ടാവുന്ന കുറവിനെയാണ് വരൾച്ച എന്ന് പറയുന്നത്. ഇനി വരൾച്ച വരാനായി നമുക്ക് തടയാനുള്ള മാർഗങ്ങൾ: മഴവെള്ള സംഭരണം, വനനശീകരണം തടയൽ, ജലത്തിന്റെ ന്യായമായ ഉപയോഗം, പാഴാക്കുന്ന ജലം തിരിച്ചു വരില്ല എന്ന മുന്നറിയിപ്പ്, ഇവയൊക്കെയാണ്. ഭൂകമ്പം ഭൂമിയുടെ ഉപരിതലം അവിചാരിതമായി ചലിക്കുന്നതിന് ഭൂമികുലുക്കം അഥവാ ഭൂകമ്പം എന്ന് പറയുന്നു. മരങ്ങളുടെ അഭാവം മൂലമോ മണ്ണിന്റെ ബലക്കുറവ് മൂലമോ ഇതിന്റെ ആഘാതം കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഭൂമികുലുക്കം വരുന്നതിന് മുന്നേ സ്വയരക്ഷയ്ക്കായി നമുക്കൊരു കിറ്റ് റെഡിയാക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ബാറ്ററി, ഓപ്പറേറ്റഡ് ടോർച്ച്, റേഡിയോ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ആവശ്യമായ ജലം, ഫുഡ്, ഇതൊക്കെ, പിന്നെ കത്തി, തീപ്പെട്ടി എന്നിവയൊക്കെയാണ്. ഭൂമികുലുക്കം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു കാറിൽ ഇരിക്കുകയാണെങ്കിൽ ആ കാർ പെട്ടെന്ന് ചവിട്ടി നിർത്തിയിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ശ്രമിക്കുക. ഇപ്പൊ ഭൂമികുലുക്കം സംഭവിക്കുമ്പോൾ നമ്മളൊരു ബെഡിലാണെങ്കിൽ നമ്മൾ കമഴ്ന്ന് നടന്നിട്ട് കൈയും കഴുത്തും സുരക്ഷിതമായിട്ട് വെക്കാൻ ശ്രമിക്കുക. ഭൂകമ്പം നടക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് എവിടെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ വലിയ വലിയ കെട്ടിടങ്ങളിൽ നിന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുക. കാട്ടുതീ എന്ന് വെച്ചാൽ കാടുകളിലോ മറ്റ് ചെടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലോ അനിയന്ത്രിതമായി തീ പിടിക്കുന്നതിനെയാണ് നമ്മൾ കാട്ടുതീ എന്ന് പറയുന്നത്. പ്രകൃതിയാലുള്ള കാരണത്താലോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെ ചെയ്യുന്ന വിവേചനപരമായ ചില പ്രവർത്തനങ്ങൾ മൂലമാണ് ഈ കാട്ടുതീ സാധാരണയായി സംഭവിക്കുന്നത്. കാട്ടുതീ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് അതിനെ സ്വയംരക്ഷയ്ക്കായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ: നമ്മുടെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ നമുക്ക് നന്നായി ജലം വരുന്നൊരു ഹോസ് നമ്മൾ റെഡിയാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു തീപിടുത്ത രഹിത മേഖലയിലായിരിക്കണമെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള, അധികമായി പെട്ടെന്ന് തന്നെ തീ കത്തിക്കയറുന്ന സാധനങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഒരു 30 അടി ഫീറ്റിലെങ്കിൽ നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലൊപ്പം തന്നെ നമ്മുടെ ജനലുകളും കതകുകളും ഒക്കെ അടച്ചിട്ട് സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കാൻ ശ്രമിക്കുക. മനുഷ്യന്റെ ക്രൂരമായ പ്രകൃതിയോടുള്ള ചൂഷണം മൂലം നാം എല്ലാം അനുഭവിക്കുന്ന പ്രധാനമായ 4 പ്രകൃതി ദുരന്തങ്ങളാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിലൂടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വിലയിരുത്തലിനായി സമർപ്പിക്കുന്നു. നന്ദി.